ഡിയർ സ്റ്റുഡൻസ്, UGC NTA അടുത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂൺ റീ എക്സാമിനേഷന്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എന്താണെന്നുള്ളത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാനും നിങ്ങളുടെ കറസ്പോണ്ടിങ് എക്സാമിനേഷൻ ഡേറ്റ് എന്നാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പഠനം ഒന്ന് സ്പീഡപ്പ് ആക്കാനുള്ള ശ്രമം ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അതൊന്ന് നോക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ 2 ഓഗസ്റ്റ് 2024 ഇന്നാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒരു സർപ്രൈസിങ് ആൻഡ് സന്തോഷകരമായിട്ടുള്ള കാര്യം, സാധാരണ NTA അപ്ഡേറ്റ്സ് എല്ലാം രാത്രി എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ടാണ് വരാറുള്ളത്. പക്ഷെ ഇത് ഒരു ഉച്ച സമയത്ത് തന്നെ വന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. എക്സാമിനേഷൻ ഷെഡ്യൂൾ ഓഫ് UGC നെറ്റ് ജൂൺ 2024 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആർക്കൊക്കെ വേണ്ടിയാണ് എക്സാമിനേഷൻ നടത്തുന്നത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി അവാർഡ് ഫോർ JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ് ആൻഡ് അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ. കാറ്റഗറി 1 അതാണ് വരുന്നത്. രണ്ടാമത്തെ വരുന്നത് അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD. അപ്പൊ PhD അഡ്മിഷന്റെ നെറ്റ് വേണമെന്നുള്ള കാര്യം ഓൾറെഡി അവർ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തത് അഡ്മിഷൻ ടു PhD ഓൺലൈൻ. ഇങ്ങനെ 3 കാര്യങ്ങൾ വരുന്നു. ടോട്ടലി 83 സബ്ജക്റ്റുകളാണ് വരുന്നത് ആൻഡ് ഡെഫിനറ്റ്ലി CBT മോഡ് തന്നെയാണ് വരുന്നത്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്, ഓൺലൈൻ മോഡിലാണ് എക്സാമിനേഷൻ വരുന്നത്. ഡേറ്റുകൾ 21 ഓഗസ്റ്റ് മുതൽ 4 സെപ്റ്റംബർ വരെയാണ് വരുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സിറ്റി ഓഫ് എക്സാം സെന്റർ ഡിസ്പ്ലേ ചെയ്യുന്നത് 10 ദിവസം മുന്നേ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷന്റെ ഒരു 10 ദിവസം മുന്നേ, അതായത് നമുക്ക് ഏകദേശം എന്ത് ചെയ്യാം, ഓഗസ്റ്റ് ഒരു 15-ന് ശേഷം എന്തായാലും ഡേറ്റുകളൊക്കെ നമുക്ക് വന്ന് തുടങ്ങും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെഡ്യൂളിലോട്ട് പോകാം. ഇവിടെ കൃത്യമായിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. 2 ഷിഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഷിഫ്റ്റ് 1 രാവിലെ 9 മുതൽ 12 മണി വരെ, ഉച്ചക്ക് 3 മുതൽ 6 മണി വരെ ആയിട്ടുള്ള 2 ഷിഫ്റ്റുകളായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഡേറ്റുകൾ കറസ്പോണ്ടിങ് നോക്കുക. 21, 22 ഓരോ ദിവസത്തിലോട്ടും സബ്ജക്റ്റുകൾ കയറി വരുന്നുണ്ട്. നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ക്രിസ്റ്റൽ കൊടുക്കുന്നത് ഹിസ്റ്ററി, കൊമേഴ്സ്, മലയാളമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിൽ ഹിസ്റ്ററിക്കാരത് വരുന്നത് 29th ആണ് വരുന്നത്, ഹിസ്റ്ററി കാറ്റഗറി വരുന്നത്. അപ്പൊ ആ കാര്യം കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു വെക്കൂ. പിന്നെ അതുപോലെ ബാക്കിയുള്ളത് ലെറ്റ്സ് സീ, മലയാളം വരുന്നത് അടുത്ത മാസം 2-ാം തീയതിയാണ്. കൃത്യം 1 മാസം സമയം മലയാളത്തിന്റെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അതേ സമയത്ത് അടുത്ത മാസം 3-ാം തീയതിയാണ് കൊമേഴ്സ് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. വാട്ട് എവർ യുവർ സബ്ജക്ട് ഈസ്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ നോക്കണം. CBT മോഡ് ആകുന്ന സമയത്ത് CBT മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അതൊരിക്കലും മിസ്സാക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ 2 ഷിഫ്റ്റ് ആയിട്ട് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഹിസ്റ്ററിയുടെ ഒരു കേസ് ആണെങ്കിൽ രാവിലെ ഹിസ്റ്ററിയുടെ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ ഉച്ചക്കുള്ള ഷിഫ്റ്റിലും ഹിസ്റ്ററിയുടെ എക്സാമിനേഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. പിന്നെ കൊമേഴ്സിന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. രാവിലെയും കൊമേഴ്സ് ഉണ്ട്, ഉച്ചക്കും കൊമേഴ്സ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സബ്ജക്റ്റിൽ സ്ട്രോങ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് പേപ്പർ 1 എത്രമാത്രം നിങ്ങൾക്ക് സ്ട്രോങ് ആണ് അല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്റ്റലിന്റെ പേപ്പർ 1-ന്റെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും. നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ ഒന്ന് നോക്കുക. അതിലുണ്ടാകും നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് ഫുൾ കോഴ്സസും ക്ലാസ്സസും അവൈലബിൾ ആകുന്ന സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനൽ വൺ ഓഫ് ദി വെരി ഗുഡ് റിസോഴ്സ് ആണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. ഇനി ഒട്ടും ലേറ്റ് ആക്കണ്ട. ഇത്രയും കാലം ഉണ്ടായിരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ മാറി കിട്ടിയല്ലോ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്താം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.